ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് യൂണിറ്റ് 5 സർഫസ് കെമിസ്ട്രിയാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ടേം എന്ന് പറയുന്നത് എന്താണ് സർഫസ് കെമിസ്ട്രി എന്നതാണ്. സർഫസ് കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ ഫിനോമിന ദാറ്റ് ഒക്കർ അറ്റ് ദ സർഫേസ് ഓർ ഇൻ്റർഫേസ്. അതായത് സർഫസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇൻ്റർഫേസിൻ്റെ മുകളിലോ നടക്കുന്ന ഏതൊരു ഫിനോമിനനെയും നമുക്ക് സർഫസ് കെമിസ്ട്രി എന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബൗണ്ടറി സെപ്പറേറ്റിംഗ് ടു ഫേസസ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സോളിഡ്/ഗ്യാസ് അല്ലെങ്കിൽ സോളിഡ്-ഗ്യാസ്. അതായത് സോളിഡിൻ്റെയും ഗ്യാസിൻ്റെയും സർഫസിൻ്റെ ഇടയിലുള്ള ബൗണ്ടറീനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടേമാണ് അഡ്സോർപ്ഷൻ. Adsorption is the accumulation of molecular species at the surface than in the bulk of a solid or liquid. അപ്പോൾ ഞാൻ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിലിക്ക ജെല്ലിനെയാണ്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പി ബ്ലോക്കിൽ പഠിച്ചതാണ് സിലിക്ക ജെൽ അഡ്സോർബ് വാട്ടർ വേപ്പർ. ചെറിയ സർക്കിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വാട്ടർ വേപ്പറിനെയാണ്. അപ്പോൾ ഒരിക്കലും വാട്ടർ വേപ്പർ സിലിക്ക ജെല്ലിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. അത് അതിൻ്റെ സർഫസിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റിക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസ്. സിമ്പിളായിട്ട് പറയാം, ഇറ്റ് ഈസ് ദ സ്റ്റിക്കിംഗ് ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ സർഫസ്. ഒരിക്കലും ബൾക്കിൻ്റെ ഉള്ളിലേക്ക് അത് കടക്കാറില്ല. ഇവിടെ അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് വാട്ടർ വേപ്പറാണ്. അഡ്സോർബെൻ്റ് എന്ന് പറയുന്നത് സിലിക്ക ജെല്ലാണ്. അതായത് എന്തിൻ്റെ സർഫസിൻ്റെ മുകളിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെ നമ്മൾ അഡ്സോർബെൻ്റ് എന്ന് പറയും. ഏത് മെറ്റീരിയലാണോ അഡ്സോർബ് ചെയ്തത് അതിനെ നമ്മൾ അഡ്സോർബേറ്റ് എന്ന് പറയും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഡിസോർപ്ഷനാണ്. ഡിസോർപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോസസ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. അതായത് അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ നിന്ന് അഡ്സോർബേറ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസോർപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഡിസോർപ്ഷൻ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. അത് ബൾക്കിൻ്റെ ഉള്ളിലേക്ക് കയറും. അതായത് ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്പോഞ്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്പോഞ്ച് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും. വെള്ളം ആ സ്പോഞ്ചിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. ഒരിക്കലും സർഫസിൻ്റെ മുകളിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസസ് നോക്കാം. അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആകെ ഒരു ലെറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്നിൽ AD ആണ്, മറ്റേതിൽ AB ആണ്. അപ്പോൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് സർഫസ് ഫിനോമിനനാണ്. സർഫസിൽ മാത്രം സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ഫിനോമിനനാണ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ബൾക്ക് ഫിനോമിനനാണ്. അതായത് ബൾക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറും. അടുത്ത ഡിഫറൻസ്, ഇറ്റ് ഇൻക്രീസസ്. അഡ്സോർപ്ഷൻ ഇൻക്രീസസ് സ്ലോലി ആൻഡ് ദെൻ ഡിക്രീസസ് ആൻഡ് അറ്റെയിൻ ഇക്വിലിബ്രിയം. തുടക്കത്തിൽ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും, പിന്നെ പതുക്കെ കുറഞ്ഞിട്ട് അത് ഇക്വിലിബ്രിയം സ്റ്റേറ്റ് അറ്റെയിൻ ചെയ്യും. അബ്സോർപ്ഷൻ്റെ കേസിൽ ദ റേറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. അതായത് തുടക്കത്തിൽ ഫാസ്റ്റൊന്നുമല്ല, ആദ്യം മുതൽ അവസാനം വരെ യൂണിഫോമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. അടുത്ത ഡിഫറൻസ്, ദ കോൺസെൻട്രേഷൻ. അഡ്സോർപ്ഷൻ്റെ ഡിഫറൻസ് ആണ്. ദ കോൺസെൻട്രേഷൻ ഈസ് മോർ അറ്റ് ദ സർഫസ്. സർഫസിൻ്റെ മുകളിലായിരിക്കും കോൺസെൻട്രേഷൻ കൂടുതൽ. അബ്സോർപ്ഷനിൽ ദ കോൺസെൻട്രേഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിൽ എവിടെ നോക്കിയാലും സർഫസിലും ഉള്ളിലും ഒക്കെ കോൺസെൻട്രേഷൻ യൂണിഫോം ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ പറയാം. സിലിക്ക ജെൽ അഡ്സോർബ് വാട്ടർ വേപ്പർ. സിലിക്ക ജെൽ നേരത്തെ ആ പിക്ചറിൽ കാണിച്ചതായിരുന്നു. സിലിക്ക ജെൽ വാട്ടർ വേപ്പറിനെ അഡ്സോർബ് ചെയ്യും. എന്നാൽ എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് അബ്സോർബ് വാട്ടർ വേപ്പർ. എന്നിട്ട് അത് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ക്ലോറൈഡായിട്ട് മാറും. CaCl2 2H2O. അപ്പോൾ എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഹൈഡ്രേറ്റഡ് കാൽഷ്യം ക്ലോറൈഡായിട്ട് മാറും. വേറൊരു എക്സാമ്പിൾ പറയാം. ചാർക്കോൾ, അത് ഒരു അഡ്സോർബൻ്റാണ്. ചാർക്കോൾ അമോണിയ ഗ്യാസിനെ അഡ്സോർബ് ചെയ്യും. എന്നാൽ ചാർക്കോളല്ല, അമോണിയ
വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് അമോണിയം ഹൈഡ്രോക്സൈഡായിട്ട് മാറും. അപ്പോൾ അമോണിയ ഗ്യാസ് വാട്ടറിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, എന്നിട്ടാണ് അത് അമോണിയം ഹൈഡ്രോക്സൈഡായിട്ട് മാറുക. അപ്പോൾ നമ്മൾ 3 ഡിഫറൻസ് ഒന്ന് എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. അഡ്സോർപ്ഷൻ സർഫസ് ഫിനോമിനനാണ്, അബ്സോർപ്ഷൻ ബൾക്ക് ഫിനോമിനനാണ്. അഡ്സോർപ്ഷൻ്റെ റേറ്റ് ആദ്യം ഫാസ്റ്റായിരിക്കും, പിന്നെ പതുക്കെ അത് കുറഞ്ഞിട്ട് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. അബ്സോർപ്ഷനിൽ ദ റേറ്റ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ പ്രോസസ്. അഡ്സോർപ്ഷനിൽ കോൺസെൻട്രേഷൻ ഈസ് മോർ അറ്റ് ദ സർഫസ്. അബ്സോർപ്ഷനിൽ കോൺസെൻട്രേഷൻ ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദ മെറ്റീരിയൽ. ഇനി എക്സാമ്പിളാണ്, സിലിക്ക ജെൽ വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എൻഹൈഡ്രസ് കാൽഷ്യം ക്ലോറൈഡ് വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, സർഫസിലുള്ള മോളിക്യൂൾസിന് എനർജി കൂടുതലായിരിക്കും, ബൾക്കിലുള്ള മോളിക്യൂൾസിനെ അതിൻ്റെ ചുറ്റുമുള്ള പാർട്ടിക്കിൾസ് അട്രാക്റ്റ് ചെയ്യും. സോ നെറ്റ് റിസൾട്ട് ഈസ് ദർ ഈസ് നോ അഡ്സോർപ്ഷൻ. പക്ഷേ സർഫസിലുള്ള മോളിക്യൂൾസ് അങ്ങനെയല്ല, അത് ഇറ്റ് ഈസ് നോട്ട് സറൗണ്ടഡ് ഓൺ ദ സർഫസ്. താഴത്തേക്ക് മാത്രമേ പാർട്ടിക്കിൾസ് അതിനെ സറൗണ്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, ദേ ഹാവ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പോൾ ഈ ഫോഴ്സാണ് അഡ്സോർബൻറ്റിൻ്റെ അട്രാക്ഷൻ എന്ന അല്ലെങ്കിൽ സ്റ്റിക്കിംഗ് പ്രോസസ്സിന് അല്ലെങ്കിൽ അഡ്സോർപ്ഷന് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കാരണമാണ് അഡ്സോർബൻറ്റ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ആ ഫോഴ്സിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ഡ്യൂറിങ് അഡ്സോർപ്ഷൻ ദർ ഈസ് ഡിക്രീസ് ഇൻ എനർജി വിച്ച് ഈസ് റിലീസ്ഡ് ആസ് ഹീറ്റ്. അപ്പോൾ അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് സർഫസിലെ പാർട്ടിക്കിൾസിൻ്റെ എനർജി കുറയും, എന്നിട്ട് അത് പുറത്തേക്ക് ഹീറ്റായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ അതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്. നെക്സ്റ്റ്, ഗ്യാസ് പാർട്ടിക്കിൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമായിരിക്കും. അവർ ഈ സർഫസിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഡിക്രീസസ്. അപ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. എൻട്രോപ്പി ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് ബിക്കംസ് നെഗറ്റീവ്. ഇനി ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ്, നിങ്ങൾ തെർമോഡൈനാമിക്സിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷനിൽ വെച്ചിട്ടാണ് നമ്മൾ സ്പോണ്ടേനിയസ് ആണോ നോക്കുക. അവിടെ ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ പ്രോസസ് സ്പോണ്ടേനിയസ് ആണ്. ഇനി ഡെൽറ്റ ജി ക്യാൻ ബി നെഗറ്റീവ് ഇഫ് ഡെൽറ്റ എച്ച് ഈസ് ഹൈ നെഗറ്റീവ് വാല്യൂ. ഡെൽറ്റ എച്ച് ഹൈ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ മാത്രമേ ഡെൽറ്റ ജി നെഗറ്റീവ് ആവുള്ളൂ. കാരണം മൈനസ് ടി ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്. കാരണം ഡെൽറ്റ എസ് നെഗറ്റീവാണ്, മൈനസ് ടി ഡെൽറ്റ എസ് അപ്പോൾ എന്തായാലും പോസിറ്റീവായിരിക്കും. കാരണം മൈനസും പോസിറ്റീവായിരിക്കും. ഇനി ആസ് അഡ്സോർപ്ഷൻ പ്രൊസീഡ്സ് ഡെൽറ്റ എച്ച് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. ഡെൽറ്റ എച്ച് പതുക്കെ കുറഞ്ഞു വരും. അതായത് ഹീറ്റ് റിലീസ് ചെയ്യണത് പതുക്കെ കുറഞ്ഞു വരും. എന്നിട്ട് ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്. ആ സമയത്ത് ഡെൽറ്റ ജി ബിക്കംസ് ഈക്വൽ ടു 0. വെൻ ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു ടി ഡെൽറ്റ എസ്, ഡെൽറ്റ ജി ബിക്കംസ് 0. ഈ സ്റ്റേറ്റിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തു എന്ന് പറയാം. അഡ്സോർപ്ഷൻ അറ്റൈൻസ് ഇക്വിലിബ്രിയം. ഇനി ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷനാണ്. അഡ്സോർപ്ഷൻ 2 തരത്തിലുണ്ട്, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷനെയാണ് നമ്മൾ ഫിസിസോർപ്ഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ അഡ്സോർപ്ഷനെയാണ് നമ്മൾ കെമിസോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ഡിഫറൻസ് നോക്കാം. ഫിസിസോർപ്ഷൻ അറൈസസ് ഡ്യൂ ടു വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. അപ്പോൾ അവിടെ ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് അഡ്സോർപ്ഷൻ നടക്കുന്നത്. എന്നാൽ കെമിസോർപ്ഷനിൽ ഒരു കെമിക്കൽ ബോണ്ട് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ. അടുത്ത ഡിഫറൻസ്, ഫിസിസോർപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. ഒരു വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മാത്രം മതി, അതുകൊണ്ട് അതൊരിക്കലും സ്പെസിഫിക് അല്ല. എന്നാൽ കെമിസോർപ്ഷൻ ഈസ് ഹൈലി സ്പെസിഫിക് ഇൻ നേച്ചർ. അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ള കേസിൽ മാത്രമേ കെമിസോർപ്ഷൻ നടക്കുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റിവേഴ്സിബിൾ ഇൻ നേച്ചർ. ഫിസിസോർപ്ഷൻ റിവേഴ്സിബിൾ ആണ്. അതായത് അഡ്സോർബൻറ്റിൻ്റെ സർഫസിൽ നിന്ന് അഡ്സോർബേറ്റ് ഡിസോർപ്ഷൻ വഴി പോവുകയാണെങ്കിൽ അത് പഴയ പോലെ തന്നെ സ്റ്റിക്ക് ചെയ്തിട്ട് അഡ്സോർപ്ഷനും നടക്കാൻ സാധ്യതയുണ്ട്.
കെമീസ് ഓപ്ഷനിൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കാരണം ഒരിക്കലും അത് റിവേഴ്സിബിൾ അല്ല, ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു പുതിയ കോമ്പൗണ്ടാണ് ആ സർഫസിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ്, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ലോ. ഫിസിക്സ് ഓപ്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ കുറവാണ്, 20 to 40 കിലോ ജൂൾ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ കെമീസ് ഓപ്ഷൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ ഈസ് ഹൈ, 80 to 240 കിലോ ജൂൾ പെർ മോളാണ് അവിടെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ വരുന്നത്. അടുത്ത ഡിഫറൻസ്, ഫിസിക്സ് ഓപ്ഷൻ ലോ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ആ ടെമ്പറേച്ചർ കുറയുമ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ലോ ടെമ്പറേച്ചറാണ് ഫിസിക്സ് ഓപ്ഷനെ ഫേവർ ചെയ്യുന്ന ഒരു ഫാക്ടർ. കെമീസ് ഓപ്ഷൻ്റെ കേസിൽ ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ, ഇറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് കെമിക്കൽ റിയാക്ഷന് സാധ്യത കൂടുക, അതുകൊണ്ടാണ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫേവറബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിസിക്സ് ഓപ്ഷനിൽ ചില കേസിൽ ആക്ടിവേഷൻ എനർജി വേണ്ട, ചില കേസിൽ ലോ ആക്ടിവേഷൻ എനർജി മതി. അതുകൊണ്ടാണ് നോ ഓർ ലോ ആക്ടിവേഷൻ എനർജി ഈസ് റിക്വയർഡ് എന്ന് പറയുന്നത്. കെമീസ് ഓപ്ഷൻ്റെ കേസിൽ ഹൈ ആക്ടിവേഷൻ എനർജി ഈസ് റിക്വയർഡ്. എഗെയിൻ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്, അതുകൊണ്ട് ഹൈ ആക്ടിവേഷൻ എനർജി വേണം. നെക്സ്റ്റ്, ഫിസിക്സ് ഓപ്ഷൻ റിസൾട്ട്സ് ഇൻ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ്. വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കുറേ ലെയേഴ്സ് അഡ്സോർബ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. കെമീസ് ഓപ്ഷനിൽ യൂണിമോളിക്കുലാർ ലെയറാണ്, ഒറ്റ ലെയർ മാത്രമേ ഫോം ചെയ്യുള്ളൂ. ആ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഒരു പുതിയ കോമ്പൗണ്ട് ആ സർഫസിൻ്റെ മുകളിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിലേക്ക് അഡ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ ഡിഫറൻസസ് ഡിസ്കസ് ചെയ്തു. ഇനി ഇതേപോലെ സിമിലാരിറ്റീസ് ഉണ്ട്. ഫിസിക്സ് ഓപ്ഷനും കെമീസ് ഓപ്ഷനും രണ്ട് സിമിലാരിറ്റീസാണ് പറയുന്നത്. ബോത്ത് ഡിപ്പെൻഡ് ഓൺ ദ സർഫസ് ഏരിയ ഓഫ് അഡ്സോർബൻറ്റ്. അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ബോത്ത് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് അഡ്സോർബേറ്റ് ആൻഡ് അഡ്സോർബൻറ്റ്. രണ്ടും അഡ്സോർബേറ്റിൻ്റെയും അഡ്സോർബൻറ്റിൻ്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ രണ്ട് സിമിലാരിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഫിസിക്സ് ഓപ്ഷൻ ചില കേസസിൽ കെമീസ് ഓപ്ഷനായിട്ട് മാറാറുണ്ട്. ഫിസിക്സ് ഓപ്ഷൻ അറ്റ് ലോ ടെമ്പറേച്ചർ മേ പാസ് ഇൻ ടു കെമീസ് ഓപ്ഷൻ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഫിസിക്സ് ഓപ്ഷൻ പതുക്കെ കെമീസ് ഓപ്ഷനായിട്ട് മാറാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറയാം. H2 അതായത് ഡൈഹൈഡ്രജൻ നിക്കലിൻ്റെ സർഫസിൻ്റെ മുകളിൽ വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ സഹായത്തോടു കൂടി ആദ്യം ഫിസിക്സ് ഓപ്ഷൻ നടക്കും. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അത് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് മാറും. എന്നിട്ട് ബാക്കി ഫർദർ അവിടെ കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. കെമീസ് ഓപ്ഷൻ വഴിയാണ് ആ ഹൈഡ്രജൻ ആറ്റംസ് നിക്കലിൻ്റെ സർഫസിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്ത് നിൽക്കുന്നത്. അത് ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ. അപ്പോൾ ലോ ടെമ്പറേച്ചറിൽ ഫിസിക്സ് ഓപ്ഷൻ നടക്കും. അത് തന്നെ ടെമ്പറേച്ചർ കൂടുമ്പോൾ പതുക്കെ അത് കെമീസ് ഓപ്ഷനായിട്ട് മാറാറാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്സോർപ്ഷൻ ഐസോതേമാണ്. അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത് വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ ഐസോതേം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ അഡ്സോർബൻറ്റ് വിത്ത് പ്രഷർ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതുകൊണ്ടാണ് ഐസോതേമിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമാണ്. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. x/m = Kp raised to 1/n where n is greater than 1. x/m = Kp raised to 1/n where n is greater than 1. അവിടെ ഓരോ ടേംസ് എന്താണെന്ന് പറയാം. എക്സ് എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബേറ്റ് ആണ്. ഏത് മെറ്റീരിയലാണോ അഡ്സോർബ് ചെയ്തത് അതിൻ്റെ മാസ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് അഡ്സോർബൻ്റ് ആണ്. എന്തിൻ്റെ സർഫസിൻ്റെ മുകളിലാണോ അഡ്സോർപ്ഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ എം വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണത്. ആൻഡ് പി എന്ന് പറയുന്നത് പ്രഷറാണ്. കെ ആൻഡ് എൻ ആർ കോൺസ്റ്റൻസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് അഡ്സോർബൻറ്റ് ആൻഡ് അഡ്സോർബേറ്റ്. കെ ആൻഡ് എൻ എന്ന് പറയുന്നത്
ജസ്റ്റ് കോൺസ്റ്റൻസ് മാത്രമാണ്. അത് അഡ്സോർബേറ്റിൻ്റെയും അഡ്സോർബൻറ്റിൻ്റെയും നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഓർക്കുക, x/m is equal to kp raised to 1/n. അതിൻ്റെ ടേംസ് ഓർത്ത് വയ്ക്കുക. x മാസ് ഓഫ് അഡ്സോർബേറ്റ്, m മാസ് ഓഫ് അഡ്സോർബൻറ്റ്, p പ്രഷർ, k ആൻഡ് n കോൺസ്റ്റൻസ്. അടുത്തത് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. അതിൽ നമ്മൾ ലോഗരിതം, ടേക്കിംഗ് ലോഗരിതം ഓഫ് ദ എബവ് ഇക്വേഷൻ, നേരത്തെ കണ്ട ഇക്വേഷനിൽ ലോഗരിതം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. log x/m is equal to log k plus 1/n log p. ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം വാലിഡാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് y ആക്സിസിൽ log x/m എടുക്കുക, x ആക്സിസിൽ log p എടുക്കുക, എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇഫ് ഇറ്റ് കംസ് ഔട്ട് ടു ബി എ സ്ട്രെയിറ്റ് ലൈൻ, അതൊരു സ്ട്രെയിറ്റ് ലൈനായി കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഈസ് വാലിഡ്, അല്ലെങ്കിൽ വാലിഡ് അല്ല എന്ന് പറയും, അതർവൈസ് നോട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ അത് വാലിഡാണ്, അല്ലെങ്കിൽ വാലിഡ് അല്ല. ഇനി നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് സ്ലോപ്പ് ഓഫ് ദ ലൈന് കിട്ടും, ആ ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. ആ സ്ലോപ്പിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് 1/n. അതേപോലെ തന്നെ y ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് കിട്ടും. ആ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ലോഗ് കെ. ലോഗ് കെൻ്റെ വാല്യൂ തരും. ഇനി നേരത്തെ നമ്മൾ കണ്ട ഇക്വേഷനിൽ x/m is equal to kp raised to 1/n, അതിൽ 1/n എന്ന ടേം 0 ആണെങ്കിൽ x/m is equal to എ കോൺസ്റ്റൻറ്റ്, അതായത് അഡ്സോർപ്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. 1/n എന്ന ടേം 0 ആണെങ്കിൽ x/m എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ എന്ന് വരും. ഇനി 1/n is equal to 1 ആണെങ്കിൽ x/m is equal to k into p. അവിടെ k എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അതായത് x/m is directly proportional to pressure. പ്രഷർ വേരി ചെയ്യുന്നതിനനുസരിച്ച് x/mൻ്റെ വാല്യൂ വേരി ചെയ്യും. ഇവിടെ കൊടുത്തുള്ളത് അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. എക്സ് ആക്സിസിൽ പ്രഷർ, വൈ ആക്സിസിൽ x/m ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഗ്രാഫാണ്. അവിടെ നോക്കൂ, ഓരോ ടെമ്പറേച്ചറിനും ഡിഫറെൻറ്റ് കേർവാണ് കിട്ടുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എമൗണ്ട് ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് കുറഞ്ഞു വരികയാണ്. ആ ഗ്രാഫ് കണ്ടില്ലേ, താഴത്തേക്കാണ് പോകുന്നത്. 273ൻ്റെ ഗ്രാഫാണ് താഴെ കിടക്കുന്നത്. പിന്നെ അതിലേറെ കൂടുതലാണ് 244 കെൽവിൻ, അതിലും കൂടുതലാണ് 195 കെൽവിൻ. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് ഇവിടെ അഡ്സോർപ്ഷൻ്റെ റേറ്റ് കൂടുന്നത്. അതാണ് അഡ്സോർപ്ഷൻ ഐസോതേം. ഇനി നേരത്തെ പറഞ്ഞ ലോഗ് വെച്ചിട്ടുള്ള വൈ ആക്സിസിൽ ലോഗ് x/m, എക്സ് ആക്സിസിൽ ലോഗ് p എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് ഗീവ്സ് ദ വാല്യൂ ഓഫ് 1/n. അതേപോലെ ഇൻ്റർസെപ്റ്റ് ഓൺ വൈ ആക്സിസ് ഗീവ്സ് ദ വാല്യൂ ഓഫ് ലോഗ് k. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാറ്. അടുത്തത് അഡ്സോർപ്ഷൻ ഫ്രം സൊല്യൂഷൻ ഫേസ് ആണ്. ഇതേ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ ഫേസിൻ്റെ അഡ്സോർപ്ഷനും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. ആ പ്രഷർ ടേമിന് പകരം കോൺസെൻട്രേഷൻ ടേമാണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷനിൽ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് x/m is equal to kc raised to 1/n. ഇതേപോലെ തന്നെ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ log x/m is equal to log k plus 1/n log c എന്ന് കിട്ടും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുക. വൈ ആക്സിസിൽ log x/m എടുക്കുക, പിന്നെ താഴെ പ്രഷറിന് പകരം കോൺസെൻട്രേഷൻ log c എടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയാണെങ്കിൽ ആ സ്ലോപ്പിൽ നിന്ന് 1/nൻ്റെ വാല്യൂ കിട്ടും, ഇൻ്റർസെപ്റ്റിൽ നിന്ന് log kൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ഫേസിലും ഇതേ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേമാണ് യൂസ് ചെയ്യണത്. ഇൻസ്റ്റെഡ് ഓഫ് പ്രഷർ, കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്.
അഡ്സോർപ്ഷന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തത് പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. വാക്വം എന്ന് പറയുന്നത് ശൂന്യാവസ്ഥ. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിൽ ഒരു സ്യൂട്ടബിൾ അഡ്സോർബൻ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിൽ കംപ്ലീറ്റ് എയറിനെയും അത് അഡ്സോർബ് ചെയ്യും, എന്നിട്ട് അവിടെ വാക്വം ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് കാണുന്നത്. അടുത്തത് ഗ്യാസ് മാസ്ക്. ഗ്യാസ് മാസ്കിൽ നമ്മൾ ഒരു ലെയർ ഓഫ് അഡ്സോർബൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്സോർബൻ്റ് പോയിസണസ് ഗ്യാസസിനെ കംപ്ലീറ്റ് അഡ്സോർബ് ചെയ്തിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ഒഴിവായി കിട്ടും. അത് കോൾ മൈൻസിലൊക്കെ വർക്ക് ചെയ്യണ ലേബേഴ്സാണ് സാധാരണ ഈ ഗ്യാസ് മാസ്ക്. അവിടെയൊക്കെ പോയിസണസ് ഗ്യാസസ് ഉണ്ടായിരിക്കും. അത് ശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്യാസ് മാസ്കിൽ ഒരു ലെയർ ഓഫ് അഡ്സോർബൻ്റ് പ്ലേസ് ചെയ്യണത്. അടുത്തത് കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി സിലിക്ക ജെല്ല് നമ്മൾ സാധാരണ ഞാൻ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ് ഇട്ട് വയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അത് അഡ്സോർബ് ചെയ്തിട്ട് ഹ്യൂമിഡിറ്റി കുറയ്ക്കും. അപ്പോൾ കൺട്രോൾ ഓഫ് ഹ്യൂമിഡിറ്റി. നെക്സ്റ്റ് റിമൂവിങ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഓർഗാനിക് ഡൈ മിക്സ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് ഒരു പീസ് ഓഫ് ചാർക്കോൾ ഇടുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ആ ഡൈ കംപ്ലീറ്റ് ആ ചാർക്കോൾ അഡ്സോർബ് ചെയ്തിട്ട് ആ സൊല്യൂഷനെ ക്ലിയർ ആക്കും. അപ്പോൾ കളേർഡ് സൊല്യൂഷൻസിനെയൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ആ സൊല്യൂഷനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറാണ്. അതാണ് റിമൂവിങ് കളറിങ് മാറ്റർ ഫ്രം സൊല്യൂഷൻ. പിന്നെ ഹെട്രോജീനസ് കറ്റാലിസിസ്. ഹെട്രോജീനസ് കറ്റാലിസിസിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഹേബേഴ്സ് പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടാവും. ഹേബേഴ്സ് പ്രോസസ്സിൽ ഹൈഡ്രജനും നൈട്രജനും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഫോം ചെയ്യും. അവിടെ നമ്മൾ അയണാണ് കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യണത്. അയൺ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ അയണിൻ്റെ സർഫസിൻ്റെ മുകളിൽ, അയൺ എന്ന് പറയുന്നത് സോളിഡാണ്, സ്പോഞ്ചി അയൺ സോളിഡാണ്. അതിൻ്റെ മുകളിൽ ഈ അമോണിയ, ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസസ് ഫസ്റ്റ് അഡ്സോർബ് ചെയ്തിട്ടാണ് അവിടെ ഫർദർ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഹെട്രോജീനസ് കറ്റാലിസിസിൽ അഡ്സോർപ്ഷൻ വഴിയാണ് റിയാക്ഷൻ നടക്കുന്നത്. ദ റിയാക്ടൻ ഗെറ്റ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്, എന്നിട്ടാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസസ്. ഇനേർട്ട് ഗ്യാസസ് പല ഗ്യാസസും പല റേറ്റ് ഓഫ് അഡ്സോർപ്ഷനാണ് കാണിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇനേർട്ട് ഗ്യാസസിനെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ചില ഗ്യാസസ് നന്നായി പെട്ടെന്ന് അഡ്സോർബ് ചെയ്യും, ചില ഗ്യാസസ് സ്ലോ അഡ്സോർപ്ഷൻ ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഇൻ ക്യൂറിങ് ഡിസീസസ്. ചില അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് ഈ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസിനെ അതിൻ്റെ സർഫസിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യും, അഡ്സോർബ് ചെയ്യും, എന്നിട്ടാണ് അതിനെ ഡിസ്ട്രോയ് ചെയ്യുക. അപ്പോൾ അസുഖം ഭേദപ്പെടുത്താൻ വേണ്ടിയിട്ടും അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഡ്രഗ്സ്, മരുന്ന് ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ അതിൻ്റെ സർഫസിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്തിട്ടാണ് അതിനെ ഡിസ്ട്രോയ് ചെയ്യണത്. അതാണ് ഇൻ ക്യൂറിങ് ഡിസീസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. അതും നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിൽ അവിടെ സൾഫൈഡ് ഓറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യണത്. അവിടെ ഈ പൈൻ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് നടത്തുന്നത്. അവിടെ ഈ സർഫസിൻ്റെ മുകളിലാണ് ഈ സൾഫൈഡ് ഓറൊക്കെ സ്റ്റിക്ക് ചെയ്യും, അഡ്സോർപ്ഷൻ നടക്കും. എന്നിട്ട് നമ്മൾ ആ മുകളിൽ നിന്ന് ആ ഫ്രോത്ത്, അതായത് പത മാത്രം അവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെയും അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്. പിന്നെ ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ്. അതും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള. അതിൽ ക്രോമറ്റോഗ്രാഫിക് അനാലിസിസിലും അഡ്സോർപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഈ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം, ഗ്യാസ് മാസ്ക് അങ്ങനെ എഴുതിയാൽ മതി. അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ യൂസസ് മാക്സിമം പോയി കഴിഞ്ഞാൽ 4 or 5 യൂസസ് പഠിച്ചു വയ്ക്കുക. അതിലും കൂടുതൽ യൂസസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കുറച്ചും കൂടി യൂസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും യൂസസ് പഠിച്ചു വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.